പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പെരുന്നാളിന്റെ ലീവ് മറ്റൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കള്ളന്മാർ കൂടിയിട്ടുണ്ട്, ഒരുപാട് റോബറീസ് ട്രെയിനിൽ കൂടിയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ ബാഗ് മോഷണം പോയി. അപ്പോൾ കാർമൽറാമെന്നാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഹൊസൂർ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബാഗ് ചാമ്പിപ്പോയി. കാരണം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാഷ്റൂമിലേക്ക് മുഖം കഴുകാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഒരു 5 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിലും ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു, പാസഞ്ചേഴ്സ്. അപ്പോൾ ഞാൻ അവരൊക്കെ നോക്കും എന്നുള്ള മുൻധാരണ എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റി. പിന്നെ എൻ്റെ ബാഗിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല, കാര്യമായിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും എടുക്കൂല എന്നുള്ളൊരു ധാരണയിൽ ഞാൻ എൻ്റെ സീറ്റിൽ എൻ്റെ ബാഗ് വെച്ചിട്ട് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ ബാഗ് കാണാനില്ല. അപ്പം ഞാൻ അടുത്തുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു, നമ്മുടെ ഒരാൾ വന്നിരുന്നുണ്ടായിരുന്നു, കള്ളുടിച്ച കോലത്തിൽ ഒരാളുണ്ടായിരുന്നു, ആൾ ഫ്രണ്ട് പോയി ഒന്ന് നോക്കി നോക്കുന്ന പറഞ്ഞിട്ട് അവർ പോയി. പക്ഷെ എൻ്റെ കൂടെ ഒരാൾ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ തിരയാൻ വന്ന് ഞങ്ങൾ ഒരു 2-3 ബോഗി ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി ആളെ കണ്ടില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ പോലീസ് ഉണ്ടായിരുന്നു, കന്നഡ പോലീസായിരുന്നു. ഞങ്ങൾ ഇവരോട് കാര്യം പറഞ്ഞേക്കന്നെ നീല ഷർട്ടാണ് ആൾ ഇട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഇവരെ മനസ്സിലായി. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിട്ട് ഇയാൾ ഫോണിൽ പോലീസുകാരൻ ഫോണിൽ കള്ളനെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് എൻ്റെ സീറ്റിൽ ഇവിടെയാണ് സംഭവം നടന്നെന്ന് കാണിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് കള്ളൻ കറക്റ്റ് എൻ്റെ സീറ്റിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. കള്ളൻ വിളിക്കാൻ കാരണം അയാൾ തന്നെയാണ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ കയ്യിൽ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് തുറന്നപ്പോൾ അതിലൊരു ലാപ്ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. അയാളോട് ചോദിച്ചപ്പോൾ അയാളെ ബാഗിൻ്റെ മുകളിലൊരു കമ്പനി ലോഗോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കമ്പനിയിലെ വർക്ക് ചെയ്ത് അതിനോട് തൊട്ട് കാണിച്ചൊക്കെ തന്ന് അത്. അപ്പോൾ തന്നെ പോലീസിന് ഡൗട്ട് അടിച്ച് ആൾ ഒസൂർ എത്തിയപ്പോൾ അയാൾ ഇറങ്ങാൻ നോക്കി. ആ സമയത്ത് തന്നെ പോലീസ് പിടിച്ചിട്ട് ഞാനും പോലീസുകാരോട് സ്റ്റേഷനിൽ ഇറങ്ങി. ഞാൻ ചോദിച്ചു ബാഗ് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞത് നിങ്ങളുടെ ബാഗിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ടോയ്ലറ്റുകളൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കന്നഡയിൽ എന്നോട് 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പം ഞാനത് നോക്കി, എൻ്റെ അടുത്തുള്ള 2 വാഷ്റൂമിലൊക്കെ നോക്കി, എപ്പുറ സൈഡിലൊന്നും കിട്ടിയില്ല. പിന്നീട് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കൂടെ എടുത്തിരുന്ന ഒരാൾ പറഞ്ഞു അപ്പുറത്തെ വാഷ്റൂമിൽ എന്തോ ഡ്രസ്സൊക്കെ, ആ വീഡിയോ നിങ്ങൾ കാണുന്നത്, ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ഡ്രസ്സാണെന്ന് പോയി നോക്കാറ്. അപ്പോൾ അങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സല്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ വാഷ്റൂം നെക്സ്റ്റ് ബോഗിത്തെ വാഷ്റൂം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ആ വാഷ്റൂമിൽ നോക്കിയപ്പോൾ എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ബാഗിൽ ഒരു ഓറഞ്ചും വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗൊന്നും പോയിട്ടില്ല. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ ബാഗ് കിട്ടി. നിങ്ങളുടെ ലാപ്ടോപ്പുകൾ, ഫോണുകൾ, അതൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങി കിടക്കണമെന്നില്ല. നിങ്ങളുടെ സീറ്റിൽ ബാഗ് സാധനമൊക്കെ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സീറ്റിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ ഉറങ്ങാതെ ഇരിക്കല്ലേ, ഇപ്പൊ നിങ്ങളുടെ ബാഗ് സേഫ് ആണെന്നുള്ള ഒരു ധാരണയും വേണ്ട. ഒരു കണ്ണ് അടച്ചു തുറക്കുന്ന സമയത്ത് സ്ഥാനം ചാമ്പിപ്പോവും. അപ്പം കള്ളം മലയാളി ആയിരുന്നു. ഞാൻ കുറെ തിരയൊക്കെ അടിച്ച് ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല. പഠിച്ച കള്ളന്മാരാണ്. സാധനം കിട്ടണമെങ്കിൽ നല്ല ഭാഗ്യം വേണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടണം. അപ്പം അതിനൊന്നും നിൽക്കണ്ട, നല്ലോണം ശ്രദ്ധിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പെരുന്നാൾക്ക് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും കാണാം.